വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം നഗരത്തിൽ വൻ തീപിടുത്തം. PMGയിൽ പ്രവർത്തിക്കുന്ന TVS സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. തീ നിയന്ത്രണ വിധേയമാണെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, TVS സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കാലത്തൊന്നും തന്നെ നഗരം കാണാത്ത വലിയ ഒരു തീപിടുത്തമാണ് PMGയിൽ ഉണ്ടായതെന്നുള്ളതാണ്. പ്രമുഖ വാഹന ഉടമകളുടെ TVSന്റെ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അകത്തുള്ള മുഴുവൻ സാധനങ്ങളും കത്തിപ്പോയി എന്നുള്ള വിവരമാണ് അറിയുന്നത്. ഏകദേശം 1.25 കോടി രൂപയോളം നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഓണർ പറയുന്നത്. 3.25 മണിയോട് കൂടിയാണ് ഈ തീപിടുത്തം കാണുന്നത്. ഷോറൂമിൽ മറ്റ് ജീവനക്കാരോ തൊഴിലാളികളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് പുറത്ത് ഉണ്ടായിരുന്നത്. ഈ തീ പിടിക്കുന്നത് കണ്ട സമീപ കടകളിലെ ഉടമകൾ ഉൾപ്പെടെയുള്ളവർ ഫയർഫോഴ്സിനെ ഉടൻ തന്നെ അറിയിക്കുകയും ഏകദേശം 5ഓളം വരുന്ന യൂണിറ്റുകൾ ആദ്യം തന്നെ സ്ഥലത്തെത്തി തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അകത്ത് ഈ തീ ആളിക്കത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സ്പെയർ പാർട്സ് മേഖലയിലാണ് വലിയ തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 10ഓളം വരുന്ന യൂണിറ്റുകൾ, ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അകത്ത് ജീവനക്കാരൊന്നും ഇല്ലാതിരുന്നതും തീ പുറത്തേക്ക് ആളിക്കത്താത്തതും വലിയ അപകടം ഒഴിവാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും സമയോചിതമായ ഫയർഫോഴ്സിന്റെ ഇടപെടലും കാരണം മറ്റ് പുറത്തേക്ക് ഈ തീ പടർന്നിട്ടുണ്ടായിരുന്നില്ല. സമീപങ്ങളിൽ മറ്റ് നിരവധിയായിട്ടുള്ള കടകളുണ്ട്, വീടുകളൊക്കെ തന്നെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഒരു പക്ഷെ തീ പടർന്നിരുന്നെങ്കിൽ ഇതിലും വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. എന്തായാലും തീ ഷോറൂമിനകത്ത് മാത്രമാണ് പടർന്നിട്ട് ഉണ്ടായിരുന്നത്. അത് പുറത്തെത്താത്തത് വലിയ അപകടം ഒഴിവാക്കി എന്നുള്ളത് തന്നെ പറയണം. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും മുകളിലത്തെ നിലയിലെ സ്പെയർ പാർട്സ് വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴും തീ ആളിക്കത്തുന്നത് ചിലയിടങ്ങളിൽ. അത് കൂടി അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. പുതിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഷോറൂമാണ്. പക്ഷേ പുതിയ വാഹനങ്ങൾ അടക്കം തന്നെ തീപിടുത്തം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അത് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉടമ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ 10 സ്കൂട്ടറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്കൂട്ടറുകളിൽ 10 മാത്രമാണ് ഈ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്, പൂർണ്ണമായിട്ടും കത്തിപ്പോയിട്ടുണ്ടായിരുന്നത്. മറ്റ് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഈ സ്പെയർ പാർട്സുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ്. ഈ മുകൾ നിലയിലാണ് ഇത്തരത്തിൽ സ്പെയർ പാർട്സുകൾ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പോഴും ചിലയിടങ്ങളിൽ തീ ആളിക്കത്തുന്നത് കാണാൻ സാധിക്കും. അതുകൂടി അണച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പറയാൻ സാധിക്കും. അതായത് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. ഈ സമീപ പ്രദേശങ്ങളിൽ മറ്റ് സ്കൂട്ടർ ഷോറൂമുകളൊക്കെ തന്നെ ഉള്ളതാണ്. ഒരുപക്ഷെ തീ പടർന്നിരുന്നെങ്കിൽ അത് മറ്റ് കടകളിലേക്ക് കൂടി വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാലും ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ അഗ്നിരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഷോറൂമിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഉടമ പറയുന്നത്. പക്ഷേ അത് ഉപയോഗിക്കാനുള്ള ആളുണ്ടായിരുന്നില്ല. പുലർച്ചെ ഏകദേശം 3.25 മണിയോട് കൂടിയാണ് തീ പടർന്ന് തുടങ്ങുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് തീ പടർന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ പോവുകയായിരുന്നു. തുടർന്നാണ് ഫയർഫോഴ്സിനെ വിളിച്ച് മറ്റ് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്ത് സംബന്ധിച്ച് ഇപ്പോഴും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നുള്ള ഒരു ഊഹം മാത്രമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കുള്ളത്. ഈ ദുഃഖരായിട്ട് നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞിട്ട് മാത്രമേ എന്താണ് തീ പിടിക്കാനുള്ള കാരണം എന്ത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്തുകയുള്ളൂ. ഇതിലും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഷോറൂമിനകത്തുള്ള എല്ലാ വസ്തുക്കളും അത്
ഏകദേശം പൂർണ്ണമായിട്ടും എല്ലാം കത്തിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. ഇനി എന്താണ് ഇതിന്റെ കാരണം എന്നത് സംബന്ധിച്ചാണ് ഒരു പരിശോധന നടക്കേണ്ടത്. അതായത് കോഴിക്കോട് ഉൾപ്പെടെയുള്ള പുതിയ ബസ് സ്റ്റാൻഡുകൾക്ക് തന്നെ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് പല ജില്ലകളിലും ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകാറുണ്ട്. അത് വലിയ അപകടങ്ങൾ തന്നെ വരുത്തി വെക്കാറുണ്ട്. ഇതിപ്പോൾ ജീവനക്കാർ ആരും അകത്തില്ലാതിരുന്നതാണ് അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കിയത്. എന്തായാലും എന്താണ് ഈ തീ പിടിക്കാനുണ്ടായ കാരണം എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്, കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ ഈ തീ പൂർണ്ണമായിട്ടും അണച്ചതിനു ശേഷമായിരിക്കും അത്തരത്തിലേക്കുള്ള അന്വേഷണത്തിലേക്കൊക്കെ കടക്കുക. 1.25 കോടിയോളം രൂപയുടെ സാധനങ്ങൾ നശിച്ചു പോയി, അതിന് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഷോറൂമിന്റെ ഉടമ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ സ്പെയർ പാർട്സ് സൂക്ഷിച്ചിരുന്ന സ്ഥലമാകണം ആ രണ്ടാമത്തെ നിലയിൽ ഇപ്പോഴും പലയിടങ്ങളിലും തീ ആളിക്കത്തുന്നുണ്ട്. അതുകൂടി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ 10ഓളം വരുന്ന ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സ്ഥലത്തുള്ളത്. ഇപ്പോഴും യൂണിറ്റുകൾ സ്ഥലത്തുണ്ട്. അവർ പൂർണ്ണമായിട്ടും തീ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ശരി. തിരുവനന്തപുരം നഗരത്തിൽ വൻ തീപിടുത്തം. PMGയിൽ പ്രവർത്തിക്കുന്ന TVS സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. തീ നിയന്ത്രണ വിധേയമാണെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.